ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാർ ഉണ്ടാവാനുള്ള ചില സാധ്യതകൾ നിലനിൽക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്താൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കും. എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ അടുത്തിടെ നമ്മുടെ സൗദി അറേബ്യയുമായിട്ടൊരു കരാർ ഉണ്ടാക്കി. ഏതെങ്കിലും ഒരു രാജ്യം സൗദി അറേബ്യ ആക്രമിച്ചാൽ പാകിസ്ഥാനും കൂടി സൗദി അറേബ്യയോടൊപ്പം നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കും. അതുപോലെ പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ സൗദി അറേബ്യ പാകിസ്ഥാന് സഹായമായിട്ടെത്തും. ഈ നാറ്റോ മോഡൽ ഒരു ഡിഫൻസ് അലയൻസ് തന്നെയാണ് ഈ പാകിസ്ഥാനും അതുപോലെ സൗദിയും തമ്മിൽ ഉണ്ടാക്കിയത്. അതേ രീതിയിൽ ഖത്തർ ഉൾപ്പെടെ പല ഗൾഫ് രാജ്യങ്ങളും ഒരുപക്ഷെ ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ഒരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ദരിദ്ര രാജ്യമാണെങ്കിലും പാകിസ്ഥാന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ കൈവശം ആണവായുധമുണ്ട് എന്നുള്ളതാണ്. അതൊരു മുസ്ലിം രാജ്യമാണ് എന്നുള്ളതാണ്. ഈ രണ്ട് അഡ്വാൻറ്റേജ് ആണ് പാകിസ്ഥാന് എപ്പോഴും ഇസ്ലാമിക ലോകത്തും, എന്തിനേറെ പറയുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ടേബിളിൽ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഒരു മുൻതൂക്കം വരുന്നത് അവിടെയാണ്. ഇപ്പൊ ഇന്ത്യ വേണോ പാകിസ്ഥാൻ വേണമോ എന്നൊരു ചോദ്യം അമേരിക്കയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരു അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും വേറെ വഴിയില്ലാതെ പാകിസ്ഥാനെ ചൂസ് ചെയ്യേണ്ടി വരും. കാരണം പാകിസ്ഥാനോടൊപ്പം 50-ലധികം വരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എല്ലാ കാലവും ഉണ്ടാവും. ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണവായുധം വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മുസ്ലിം രാജ്യമാണ് പാകിസ്ഥാൻ. അത് മാത്രമല്ല, ഇപ്പോഴും ഇറാനെ കൊണ്ട് ആണവായുധം വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വികസിപ്പിച്ചിട്ടുണ്ട്, കൈവശമുണ്ട്, നാളെ കണ്ടുപിടിക്കും, മറ്റന്നാൾ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാനെ പോലെ ഒഫീഷ്യലി ഇറാൻ ഒരു ആണവ രാഷ്ട്രമാണെന്ന് പറയാൻ പറ്റില്ല. മാത്രവുമല്ല, ഈ അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും കടുത്ത എതിർപ്പ് ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനോട് ഡീൽ ഉണ്ടാക്കുന്നത് പോലെ ഇറാനോട് ഡീൽ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഭൂരിപക്ഷം ഈ സുന്നി ഇസ്ലാം മത വിശ്വാസം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഇസ്ലാം രാജ്യങ്ങളും ഈ സുന്നി ഭൂരിപക്ഷ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. ഇറാന്റെ കാര്യം പറഞ്ഞാൽ ഷിയ ഭൂരിപക്ഷമുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഷിയ സുന്നി തർക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇറാനോട് സൗദി അടക്കമുള്ള പല രാജ്യങ്ങൾക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ അവരൊരു സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമാണ്. ഓൾറെഡി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് സഹകരണമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അണവായുധം കണ്ടുപിടിച്ചതിന്റെ പേരിലോ അത് നിർമ്മിച്ചതിന്റെ പേരിലോ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും. അമേരിക്കയുടെ അനുഗ്രഹാശിസുകളോടെ തന്നെയാണ് പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിച്ചെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാനെ കാണുന്നത് ഒരു അവരുടെ കൂട്ടത്തിലെ ഏറ്റവും കരുത്തരായ ഒരു ശക്തനായിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ്. അപ്പൊ നാളെ ഇപ്പൊ സൗദി വിചാരിക്കുകയാണ്, സൗദിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിപ്പോ ഇറാനിൽ നിന്നോ ഇസ്രയേലിൽ നിന്നോ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന ഒരു വിശ്വാസം സൗദിക്കുണ്ട്. ആ വിശ്വാസം സൗദിക്ക് ഇന്ത്യയോട് ഉണ്ടാവില്ല. കാരണം ഇന്ത്യ ഇസ്രയേലുമായിട്ട് സൗഹൃദത്തിലാണ്, ഇറാനുമായിട്ട് സൗഹൃദത്തിലാണ്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ അവരുടെ ആ ഒരു മേധാവിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ എപ്പോഴും എന്തിനും തയ്യാറായിട്ട് നിൽക്കുമെന്ന് സൗദി അറേബ്യ കണക്കൂട്ടുന്നു. ഈ ഇസ്രയേലൊക്കെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ അതിനെതിരായിട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയാം. ഇപ്പൊ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമൊക്കെ നടന്നിട്ടൊന്നും പാകിസ്ഥാൻ ഒന്നിനും തയ്യാറായി മുന്നോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പൊ ഈ പാകിസ്ഥാന്റെ നിലപാടുകൾ അത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ അങ്ങനെയാണ്, സഹായിക്കുമെന്ന വിശ്വാസമാണ് പല ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ട് ഒരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കാൻ സൗദി അറേബ്യ തയ്യാറാവുന്നത്. അതേ രീതിയിൽ ഇപ്പൊ ബംഗ്ലാദേശിൽ ഒരു കൂട്ടര് അലമുറ ഇടുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഉടനെ തന്നെ പാകിസ്ഥാനുമായിട്ടൊരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കണം. ഏതെങ്കിലും കാരണവശാൽ ഒരു രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചാൽ പാകിസ്ഥാന് സപ്പോർട്ടുമായിട്ട് ബംഗ്ലാദേശ് നിൽക്കും, ബംഗ്ലാദേശിനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശിന് സപ്പോർട്ടുമായിട്ട് പാകിസ്ഥാനും വരണം. അങ്ങനെ നാറ്റോ മോഡൽ ഒരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ബംഗ്ലാദേശും അതുപോലെ പാകിസ്ഥാനും ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടല്ലോ, പാകിസ്ഥാന് വല്ലാത്തൊരു ഭീതി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും പാകിസ്ഥാന്റെ മറ്റേ രാജാവന്തിനെ വിളിക്കുക, സുൽത്താനോ രായാവോ ആരോ ആയിക്കോട്ടെ, നമ്മുടെ അസീം മുനീർ വന്നിരുന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ തള്ളി മറിക്കുന്നുണ്ട്, ഇന്ത്യയെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റത് ചെയ്തു, മറിച്ച് ചെയ്തു എന്നൊക്കെ. പക്ഷെ ആ കണ്ണീര് തുടച്ചിട്ട് പറ മോനെ എന്ന് പറയാനാണത് കാണുന്ന ആർക്കും തോന്നുന്നത്. കാരണം അസീം മുനീർ എത്രയൊക്കെ കള്ളം പറഞ്ഞാലും നമ്മുടെ മുമ്പിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജുകൾ കള്ളം പറയുകയില്ല. പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ, വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുള്ള ദൃശ്യങ്ങൾ, ജനങ്ങളുടെ പ്രതികരണങ്ങൾ, ഇതെല്ലാം കണ്ടാൽ അറിയാം എത്രമാത്രം ആക്രമണം പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും. അപ്പൊ പാകിസ്ഥാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണെന്നും. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് വരെ ചൈനയിൽ കടുത്ത വിശ്വാസമുണ്ടായിരുന്ന പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്കയോട് പോയി സാഷ്ടാംഗം പ്രണമിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കെതിരെ ചൈനീസ് ആയുധങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല പാകിസ്ഥാന്.
മാത്രമല്ല ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രതീക്ഷിച്ച സപ്പോർട്ട് ചൈനയിൽ നിന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് കാരണം ചൈനയ്ക്ക് ഇന്ത്യയോട് ശത്രുതയുണ്ട്, ഇന്ത്യക്ക് ചൈനയോടും ശത്രുതയുണ്ട്, മത്സരമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും 2-3 കാര്യങ്ങൾ അറിയാം. ഒന്ന്, ഇന്ത്യയുമായിട്ടുള്ള ഒരു യുദ്ധം ചൈനയ്ക്ക് കനത്ത നാശനഷ്ടം വരുത്തി വയ്ക്കുമെന്ന് ചൈനയ്ക്ക് അറിയാം. ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കും അത് വലിയ നാശനഷ്ടം വരുത്തി വയ്ക്കും. 2, അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ചൈനീസ് എക്കണോമി തകർന്ന് തരിപ്പണമായി പോകും. ചൈനയെ തകർത്തെറിയാൻ ആ അവസരത്തെ അമേരിക്കയും പാശ്ചാത്യ ലോകവും ഉപയോഗപ്പെടുത്തുമെന്നും ചൈനയ്ക്ക് അറിയാം. അപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡം, വിശേഷിച്ച് സൗത്ത് ഏഷ്യ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കേണ്ടത് ചൈനയുടെയും ആവശ്യമാണ്. അപ്പൊ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാകാതെ നിൽക്കേണ്ടത് ഇന്ത്യയുടെ മാത്രമല്ല ചൈനയുടെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നേരിട്ട് ചൈന നമുക്കെതിരെ യുദ്ധത്തിന് തയ്യാറാകാത്തത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിയാണ് എല്ലാ കാലവും ചൈന കളിച്ചത്. ഇത്തവണയും ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും ചൈന ആയുധങ്ങൾ കൊടുത്തു കാണും, അല്ലെങ്കിൽ ചൈന അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹകരണങ്ങളും സഹായവും ഒക്കെ കൊടുത്തു കാണും. പക്ഷെ നേരിട്ട് ചൈനയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായില്ല. മാത്രമല്ല ഇന്ത്യക്കെതിരെ ചൈനീസ് ആയുധങ്ങൾ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുക എന്നുള്ളത് മാത്രമായിരുന്നു പാകിസ്ഥാന്റെ മുന്നിലെ ഏക വഴി എന്ന് പറഞ്ഞ് ചൈനയെ അവർക്ക് പിണക്കാനും പറ്റില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ട് പാകിസ്ഥാന് ചൈനയെ വേണം, ഇപ്പൊ അമേരിക്കയെ വേണം. അതിനു പുറമെയാണ് സൗദിയുമായിട്ട് ഡിഫൻസ് ഡീൽ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ നാളെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സൗദിയെ കൂടി മധ്യസ്ഥതയിലേക്ക് കൊണ്ടുവരണം. കാരണം സൗദി ഇന്ത്യയോട് പറയും, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കരാർ ഉള്ളതാണ്, അപ്പൊ നിങ്ങൾ മാക്സിമം യുദ്ധത്തിലേക്ക് പോവരുത്, ഞങ്ങളെ കൂടെ അതിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് സൗദി അറേബ്യയെ കൂടെ കൊണ്ടുവരികയാണ്. ഇതുപോലെ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് പാകിസ്ഥാൻ ഡിഫൻസ് ഡീലുകൾ ഉണ്ടാക്കുമ്പോൾ ആ ഡിഫൻസ് ഡീൽ ഉണ്ടാക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണവ രാഷ്ട്രമായ പാകിസ്ഥാനുമായിട്ട് ഡിഫൻസ് ഡീൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവരുടെ അഡ്വാൻറ്റേജ്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ, ഇടയ്ക്ക് കയറാൻ കൂടുതൽ ആളുകളെ കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ ബംഗ്ലാദേശിനും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനുമായിട്ട് ഒരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ്? ഭയമാണ്. ഒറ്റയ്ക്ക് നിന്നാൽ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്നറിയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് എത്രയോ കാലമായിട്ട് പാകിസ്ഥാനും ചൈനയും കൂട്ടുകെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇന്ത്യ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഇവരെയൊക്കെ നേരിടുന്നത്. നമ്മുടെ രാജ്യം എപ്പോഴും പറയും, ഒരേ സമയത്ത് 2 രാജ്യങ്ങളോടുള്ള യുദ്ധത്തിന് നമ്മൾ തയ്യാറാണ്. ആ രീതിയിൽ ഇന്ത്യ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. നമുക്കിപ്പോ ചൈനയ്ക്കും പാകിസ്ഥാനും എതിരായിട്ട് നിൽക്കാൻ ഏതെങ്കിലും ഒരു പാർട്ണർ ഉണ്ടോ? ഈവൻ റഷ്യയോ ഇസ്രയേലോ ആരുമില്ല. അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ചൈന പാകിസ്ഥാൻ വിഷയത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, ചൈനയും പാകിസ്ഥാനും ഒറ്റക്കെട്ടാണ്. ഇപ്പൊ ഇവര് ശ്രമിക്കുന്നത് ഈ ഒരു കൂട്ടിലേക്ക് ബംഗ്ലാദേശിനെ കൂടെ കൊണ്ടുവരാന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ബംഗ്ലാദേശിന്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പാകിസ്ഥാനും ചൈനയും കാണുന്നുണ്ട്. കാരണം ബംഗ്ലാദേശ് ഇരിക്കുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് ഇന്ത്യക്ക് ഉള്ളിൽ ഇരിക്കുന്ന ഒരു രാജ്യത്തെ പോലെയാണ്. ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായിട്ട് അവർക്ക് തീരങ്ങൾ ഉണ്ടെങ്കിലും ബാക്കി ഇന്ത്യയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പൊ ബംഗ്ലാദേശിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ യുദ്ധം പോലെയുള്ള സന്ദർഭങ്ങളിൽ ഇന്ത്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്നാണ് ഇവർ കണക്കൂട്ടുന്നത്. ഒരു വശത്തുനിന്ന് പാകിസ്ഥാൻ ആക്രമിക്കാം, മറുഭാഗത്തുനിന്ന് ചൈനയ്ക്ക് ആക്രമിക്കാം, അങ്ങനെ 3 യുദ്ധമുഖങ്ങൾ തുറക്കാൻ കഴിയുമെന്ന് അവർ കണക്കൂട്ടുന്നു. അപ്പൊ ഇത് ബംഗ്ലാദേശിന്റെ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. ഇനി ഇന്ത്യ എങ്ങാനും ചിറ്റഗോങ് പിടിച്ചെടുക്കോ, ഇന്ത്യ എങ്ങാനും അവരുടെ രംഗ്പൂർ പിടിച്ചെടുക്കോ, മറ്റേ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്യോ, ഇങ്ങനെയൊക്കെയുള്ള ഭയം ബംഗ്ലാദേശിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരും ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ചർച്ച നടത്തുന്നത്. ഇത് യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ വളരെ വഷളായിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ മോശമായിട്ടുണ്ട്, അതുപോലെ മാൽഡീവ്സുമായിട്ടുള്ള റിലേഷൻ മോശമായിട്ടുണ്ട്. അതൊക്കെ റിട്ടേൺ തിരിച്ചു വന്നു. പക്ഷെ ഇവിടെ അതിനുള്ള ചാൻസ് പോലും വളരെ കുറവാണ്. ആ വിധത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ വളരെ വളരെ മോശം അവസ്ഥയിലാണ് നിലവിൽ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.